കാറിൽ വരുന്നത് ആരൊക്കെയെന്നൊന്നും പരിശോധിക്കുന്നവർക്ക് അറിയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എം പിയും മുൻ മന്ത്രിയുമായ രാധാകൃഷ്ണനെ പരിശോധിച്ചു, അബ്ദുൽ വഹാബിനെ പരിശോധിച്ചു, ഒരു മജിസ്ട്രേറ്റിനെ പരിശോധിച്ചു. അവരെല്ലാം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവും തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളും പാലിച്ചുകൊണ്ടും ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം, അഴിമതിരഹിതമായിട്ടുള്ള തിരഞ്ഞെടുപ്പെന്ന്. അപ്പോൾ ആ ഭരണഘടനയൊക്കെ തന്നെ ബഹുമാനിച്ചുകൊണ്ട് അവർ പോലീസിനോട് സഹകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. അതൊരു മാന്യതയുടെ പ്രശ്നമാണ്. പാസേജിൽ എന്താ പരിശോധിച്ചുള്ള കുഴപ്പമെന്താ? ഇവരാരാ അങ്ങനെ ഒരു നിയമപരമായി ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അതിനെ വെല്ലുവിളിക്കാൻ ആരാണ് ഇവർക്ക് ആരാ അധികാരം കൊടുത്തിട്ടുള്ളത്? ഇത് തിരഞ്ഞെടുപ്പിൻ്റെ ശ്രദ്ധ മാറ്റിവിട്ട് പുതിയൊരു ചർച്ച ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇവർ രണ്ടുപേരും കൂടി കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇതോടുകൂടി ഈ നടപടിയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അവിടെ ജയിക്കുമെന്നുള്ള കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.